നമുക്ക് സോണിയുടെ ഒരു പാട്ടും കൂടെ കേൾക്കാൻ തോന്നുന്നു. അതെ, നമ്മളിപ്പോൾ മലയാളം കേട്ടു, തമിഴ് കേട്ടു. സാറിനും ഉണ്ണിസാറിനും ഒക്കെ ഹിന്ദി വലിയ ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരും ഡൽഹിയിലായിരുന്നു ഏറെക്കാലം. അവിടെ ദേശീയ രാഷ്ട്രീയത്തിൽ വിരാജിച്ചു നിന്ന രണ്ട് സിംഹങ്ങൾക്ക് മുന്നിലാണ് സോണി ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഹിന്ദി പാട്ട് പിന്നെ ആസ്വദിക്കാനായിട്ടേ ഡൽഹിയിലൊക്കെ പോയി ജീവിക്കണം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ശ്രദ്ധിക്കേണ്ട, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല. ഡൽഹിയിൽ പോവാത്ത ഒരുപാട് മലയാളികൾ റഫി ആരാധകരായും കിഷോർ കുമാർ ആരാധകരായും ഒക്കെ ഉണ്ടല്ലേ. ഈ ഹിന്ദി പാട്ടുകൾ ശ്രദ്ധിക്കാറില്ലേ? പാടാറുണ്ട് ഒരുപാട് സോങ്സ്. ലതാജിയുടെ ആണെങ്കിലും ആശാ ഭോസ്ലെ മാമിൻ്റെ. എനിക്ക് ആക്ച്വലി ഞാനിപ്പോൾ പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ആശാ ഭോസ്ലെ മാമിൻ്റെ കയ്യിൽ നിന്നൊരു ഗിത്താർ എനിക്ക് സൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരു റൗണ്ടിൽ മാമിൻ്റെ പാട്ടുകൾ പാടുന്ന റൗണ്ടായിരുന്നു അത്. ഇതിനാ ചാനലിൽ തമിഴ്നാട്ടില് ചെന്നൈ വെച്ചിട്ട്. അപ്പൊ എല്ലാവരും ഹിന്ദി സോങ്സ് പാടി. ഞാൻ പക്ഷെ മാം പാടിയത് തമിഴ് സോങ്ങാ പാടിയത്. ഷൺബഗമേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അപ്പൊ അതിനെനിക്ക് സ്പെഷ്യലായിട്ട് സൈൻ ചെയ്തു. അതേപോലെ തന്നെ എ.ആർ. റഹ്മാൻ സാറും സൈൻ ചെയ്ത ഒരു ഗിത്താറുണ്ട്. പിന്നെ രജനീകാന്ത് സാർ സൈൻ ചെയ്ത ഗിത്താർ. ഈ 3 ഗിത്താറുകൾ വീട്ടില് കയറുമ്പോ സിഗ്നേച്ചർ ഇട്ട് പരിപാടി തന്നെയാണ്. അവര് ഇവിടെ വന്നിട്ടില്ലല്ലോ, അവര് ഒപ്പിട്ട് തന്ന റഹ്മാൻ സാറും ആശാ ഭോസ്ലെ മാമും നേരിട്ട് തന്നതാണ്. രജനി സാർ ഇതുപോലെ അവര് സൈൻ ചെയ്യിപ്പിച്ച് കൊണ്ട് തരികയായിരുന്നു. അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. അത് ശരിക്കും ആ ഒരു റൗണ്ട് എല്ലാ റൗണ്ടിലും ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ വീക്ക് അങ്ങനെ. ഏത് ഇയർ ആയിരുന്നു ഇത്? ഇത് 2014 സീസൺ 4 ആയിരുന്നു. സൂപ്പർ സിംഗേഴ്സ്. ഏറെക്കുറെ ഒരു 22 ഇയേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവും. ആദ്യം തൊട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് കരിയർ എന്ന് പറയും. അതെ 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 അല്ലേ, വളരെ ചെറുപ്പത്തിലേ തുടങ്ങി വളരെ ആക്റ്റീവായിട്ട് പോകുന്നു. നമുക്കൊരു സാറ് മുരടനക്കുന്നു പാട്ട് പാടി എന്നുള്ള എനിക്കുള്ള ക്യൂ അത്. എല്ലാവർക്കും ഒരേപോലെ. ചായ കുടിച്ചില്ലേ? കട്ടൻ ചായ. കട്ടൻ ചായ പരിപ്പോടെ കട്ടൻ ചായ മാത്രമേ ഉള്ളൂ. നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ. അപ്പം ഞാനൊരു ഖവാലി സ്റ്റൈൽ ഒരു പാട്ടാണ്. അപ്പോൾ മിക്ക സ്റ്റേജിലും പാടുന്നൊരു പാട്ടാണ്. അപ്പം അതിൻ്റെ ജസ്റ്റ് ഹിന്ദി ആയതുകൊണ്ട് ഞാനിപ്പോൾ സൂക്ഷിച്ച് പാടുന്നു. ഹിന്ദി ഇവർക്ക് രണ്ടുപേർക്ക് നന്നായി അറിയാം. ഞാൻ സീരിയസ് ആയി രണ്ടുപേരും ഹിന്ദി നന്നായി. നികേഷ് ഹിന്ദിയിൽ കവിത എഴുതും, ഞാൻ ഹിന്ദിയിൽ പ്രസംഗിക്കും. ഓക്കെ. ये से लहरा के तू रूबरू आ गई, ये से लहरा के तू रूबरू आ गई, धड़कने बेतहाशा तड़पने लगी, धड़कने बेतहाशा तड़पने लगी, तीर ये सा लगा दर्द ये सा जगा, तीर ये सा लगा दर्द ये सा जगा, चोट दिल पे वो घाई मजा आ गया, मेरे रश के कमर, मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया, मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया, जब नजर से मिलाई मजा आ गया. ശബ്ദം മാറ്റണം അല്ലേ ശരിക്കും? ചില പാട്ടുകൾക്ക് ഞാൻ തന്നെ ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു ടോൺ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഹൈ ഇമ്പാക്റ്റ് ഉള്ള പാട്ടുകൾ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ മെയിൻ സിംഗിങ് എന്ന് പറയുന്നത് മെലോഡീസാണ്. മെലഡിയാണ് കൂടുതലും. മെലഡി, സെമി ക്ലാസിക്കൽ അങ്ങനത്തെ ഉള്ള പാട്ടുകളാണ്. മെലോഡീസിനാണോ സ്വന്തമായിട്ടുള്ള ശബ്ദം ഉപയോഗിക്കാറുള്ളത് അതോ? അതെ അതെ, മെലഡീസ് പാടുമ്പോഴാണ് എൻ്റെ. ഖവാലിയൊക്കെ പാടുമ്പോൾ ആ പാടിയ ഒറിജിനൽ ആളുകളെ തന്നെ അനുകരിച്ച് പാടേണ്ടി വരും അല്ലേ? അതേ ഇത് അനുകരണം ആയിട്ട് എനിക്ക് അങ്ങനെയില്ല. കാരണം ഇത് മെയിൽ സോങ് ആണ്. കുറേ ഫീമെയിൽസും പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ഒരു ത്രോ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലൈക്ക് ഇപ്പം മയ്യ മയ്യ എന്നുള്ള സോങ്, കൊഞ്ചും നിലവ് അങ്ങനെയൊക്കെ പാടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി കൊഞ്ചും നിലവ് കൊഞ്ചും നെരുപ്പ് ஒன்றாய் சேர்த்தால் எந்தன் தேகம், கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்த்தால் எந்தன் கண்கள், கொஞ்சம் மிருகம் கொஞ்சம் கடவுள் ஒன்றாய் சேர்த்தால் எந்தன் நெஞ்சம், சந்திரலேகா லேகா चंद्रलेखा
ലേഖ. ഓക്കെ. തിരുടാത്തിരുട. സാധാരണമായ പല റേഞ്ച് തിരുടാത്തിരുട പല അല്ല എല്ലാം വ്യത്യസ്ത പാട്ടുകളാണ് പാടിയത്. റഹ്മാനല്ലേ? നമ്മുടെ റഹ്മാൻ. അതെ നമ്മുടെ ആരാ അത് പ്രേക്ഷകര് പാടിയത്? ചന്ദ്രലേഖ പ്രേക്ഷകർ പാടിയത് ആവശ്യപ്പെടുന്ന ആരാ? ചില പാട്ടുകളൊക്കെ ഉണ്ട്. അനുപമ എന്ന് അനുപമ പറഞ്ഞിട്ട്. അനുപമ അനുപമ മാമും ഇതേപോലെ ആ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ആണല്ലേ? അപ്പം മാമിൻ്റെ മുമ്പിലും പാടി. എനിക്ക് ആ പ്രോഗ്രാമിലും സ്റ്റാർ സിംഗറും അതേപോലെ ഒരുപാട് ലെജൻസിന്റെ മുമ്പിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് റഹ്മാന്റെ ശരിക്കും മുമ്പിൽ പാടിയിട്ടുണ്ടോ? റഹ്മാൻ സാറിന്റെ മുമ്പിലും പാടിയിട്ടുണ്ട്. സാറിന്റെ പടത്തിൽ കോച്ചടിയാൻ മൂവിയിൽ അതിനുശേഷം RR പാടിയിട്ടുണ്ട്. അപ്പം റഹ്മാന്റെ മുമ്പിലൊക്കെ പാടുമ്പം ഈ കാലുവിറ കൈവിറ ഉണ്ട് അത് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ ഗസ്റ്റ് വരുമ്പോഴും അതിൻ്റെ ഒരു കിടുകിടുപ്പുണ്ട്. ഇപ്പോൾ റഹ്മാൻ സാർ വന്നപ്പോൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതലും. പാടാൻ നേരം ഞാൻ ഫസ്റ്റ് പാടിയത് സാറിന് മുമ്പിൽ തീ തീ തിത്തിക്കും തീ എന്ന് പറയുന്ന സോങ്ങും പിന്നെ ശ്വാസം മൂപ്പരന്നെ ചെയ്ത സിനിമ പാട്ടല്ലേ? പക്ഷെ റഹ്മാൻ തിരുടാതെ തിരുടാത്തിരുടല്ലേ? റഹ്മാൻ നന്നായി അപ്രീഷിയേറ്റ് ചെയ്യും അല്ലേ? അപ്രീഷിയേറ്റ് ചെയ്യും. അത് ശരിക്കും സാർ സർപ്രൈസിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ജതികളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ പാടിയത്. അപ്പോൾ ജതിയും പാട്ടും ഒന്നിച്ച് പാടിയത് സർപ്രൈസിങ് സോണിയ എന്ന് പറഞ്ഞപ്പോൾ സോണിയ എന്ന് തന്നെ സാറിന്റെ വായിന്ന് വിളിക്കുമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ആരാധിക. സോണിയ സോണിയ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പാട്ടും ചെയ്തിട്ടുണ്ട്. അതന്നെ. അതെ. ഏതായാലും സോണിയ എല്ലാ ഭാവുകങ്ങളും ഇനി Thank you. അങ്ങോട്ട് അല്ലേ സംഗീത സാന്ദ്രമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. അത് സംഗീത സാന്ദ്രമാണ് സോണിയുടെ ജീവിതം. ഇനിയും മുന്നോട്ട് പോകട്ടെ. നമുക്ക് 5-ാമത്തെ വയസ്സിൽ അതെ, അത് തുടങ്ങി. പോയി തുടങ്ങിയതാണ് അല്ലേ? അതെ വോയിസ് ഓഫ് ആലപ്പി, വോയിസ് ഓഫ് വേറെ ആലപ്പി option ഇല്ല പിന്നെ ലൈഫിൽ. ഗന്ധർവ സംഗീതം ഫൈനലിസ്റ്റ് ആയിരുന്നു. മലയാളത്തിൽ തന്നെ സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞിട്ട് റിയാലിറ്റി ഷോയിലും വിന്നറായിരുന്നു. പിന്നെ സ്റ്റാർ സിംഗർ പിന്നെ വിജയ് ടിവിയിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. സോണിയ ഒരു കാര്യം, സോണിയ അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛന് ഗോൾഡ് സ്മിത്ത് ആണ്. എവിടെ? ആലപ്പുഴ. പാടും. അച്ഛൻ സൗദിയിലായിരുന്നു മുമ്പ്. ഓക്കേ. അതിനുശേഷം ഇപ്പോ അച്ഛനാണോ പാട്ട്? അല്ല, എൻ്റെ അമ്മയും അച്ഛനും പാടും. അമ്മയുടെ അച്ഛൻ പാട്ടുകാരനായിരുന്നു. ഗണപതി ആചാരി എന്നായിരുന്നു ശരി. അദ്ദേഹത്തിന്റെ പേര്. താത്ത ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ തമിഴ് കൾച്ചർ ഫാമിലിയാണ്. അപ്പൊ താത്ത പാട്ടി അങ്ങനെയാണ്. അപ്പം ആലപ്പുഴയിൽ അങ്ങനെ തമിഴ് കൾച്ചർ ഫാമിലി ഉണ്ട്. പിന്നെ ഈ പറയുന്ന വീരയ്യ സുബ്ബമ്മ ശീമാട്ടി എല്ലാം ഈ റെഡ്ഡിയാർമാരുടെ ഒരു കൾച്ചർ ഉണ്ട്. അപ്പൂപ്പൻ വന്നിട്ട് ത്യാഗരാജ MK ത്യാഗരാജ സംസാരിക്കുന്നത്. വീട്ടിലെ മലയാളവും തമിഴും കലർന്നുള്ള ഇതാണ്. അപ്പം MK ത്യാഗരാജ ഭാഗവതരുടെ കച്ചേരികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമയിൽ അഭിനയിച്ച് പാടുന്ന ആളാണ് MK ത്യാഗരാജ ഭാഗവതർ. ഒരു സെക്കൻഡ്, വളരെ പ്രമുഖനായ ഒരു തമിഴൻ സ്വാമിനാഥൻ, MS സ്വാമിനാഥൻ കാവാലങ്കാരനല്ലേ അവിടെ? പിന്നെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് അവിടെ. ഉണ്ട്. അപ്പൊ അങ്ങനെ വീട്ടില് താത്തയും പാട്ടിയൊക്കെ നല്ല തമിഴാണ് സംസാരിച്ചുകൊണ്ട്. ഞങ്ങൾ പിന്നെ സ്കൂളിൽ പോയതിനു ശേഷം മലയാളം അങ്ങനെ. ഞാൻ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് കൂടുതലും തമിഴ് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഭാഷയ്ക്ക് അതീതമായി അല്ലേ സോണിയ എന്ന കലാകാരി? കേരളത്തിൽ അങ്ങനെയുള്ള ഉണ്ട്. ഇപ്പൊ തുളു ഉണ്ട്. പിന്നെ അപ്പൊ നമ്മൾ ഈ ഇവിടെ ഒരുപാട് കൊങ്ങിണി ഈ അവിടെ അവര് ഗാഠസ്വരസ ബ്രാഹ്മണർ എന്ന് പറയുന്ന ആ വിഭാഗം ഇവര് നമ്മള് മീറ്റിംഗിലൊക്കെ ഇരിക്കുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഷ ഇവരായിരിക്കുമല്ലോ. ഒരു വീട്ടിൽ നിന്ന് ഫോണിൽ വരുമ്പോ നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ ഉണ്ട് അതെ. ഇവരുടെ ഒരു സംസാരം കേൾക്കുന്നത്. യാതൊരു കണക്ഷനും ഇല്ലല്ലോ മലയാളം. കൊങ്കിണിയെന്ന് ഒരു തരി പോലും മനസ്സിലാവില്ല. എല്ലാവരും